എവിടെയായിരുന്നു ദിയ നീ ഇതുവരെ? ഞാൻ വേഗം വന്നല്ലോ. ഇവിടെ എന്തൊക്കെ പണിയുണ്ട്, വേഗം പോയി അതൊക്കെ തീർക്ക്. മോള് പോയി ഫ്രഷായി ഭക്ഷണം കഴിക്കൂ. ശരി ഉമ്മൂമ്മ. എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ. എനിക്കൊരു ലക്ഷ്യമുണ്ട്, അത് നേടുന്നത് വരെ തളരാൻ പാടില്ല. ജോലിയൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ഒരു കോഫി എടുത്ത് മുകളിലെ ബാൽക്കണിയിലേക്ക് പോവാം. ഹലോ ദിയ. പറയൂ ഷാന, നീ എന്താ ചെയ്യുന്നേ? ഞാൻ കുറെ നേരമായല്ലോ വിളിക്കുന്നേ. എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു ട്ടാ. അപ്പൊ ഓക്കെ, നാളെ കോളേജിൽ വെച്ച് കാണാം. ഉപ്പ, ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ. നിങ്ങൾക്കെല്ലാം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയ അമ്മ പറയാതെ വന്നത്. പിന്നെ എന്തൊക്കെയാ മോളെ, സുഖല്ലേ? എന്താ മോളെ, എന്തു പറ്റി? അവൾക്ക് ഇവിടെ എന്താ, നല്ല സുഖം തന്നെ. ഒരു ജോലി ഞാൻ ചെയ്യിക്കാറില്ല അല്ലേ മോളെ? എന്റെ മോൾക്കൊരു ബുദ്ധിമുട്ട് വരുന്നതും എനിക്ക് സഹിക്കില്ല. അത് മോനെ. യാത്രയൊക്കെ സുഖമായിരുന്നു ഉപ്പ? അതേ മോളെ, നിന്റെ തീരുമാനം അറിയാനാണ് ഞാൻ വന്നത്. വേണ്ട ഉപ്പ, എന്റെ പഠനം പൂർത്തിയാവണം, ഒരു ജോലി വേണം. ശരി മോളെ, നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെതിര് നിൽക്കില്ല. എന്നിട്ട് ഉപ്പാക്കൊരു ചായ എടുക്കട്ടെ? വേണ്ട മോളെ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വന്നത്. നീ പോയി കിടന്നോളൂ, നാളെ ക്ലാസ്സിൽ പോകാനുള്ളതല്ലേ. ശരി ഉപ്പ. എന്തിനാ എന്നെ തടഞ്ഞത്? എത്രന്ന് വെച്ചാ മോളെ നീ ഇതൊക്കെ സഹിക്കുന്നത്? സാരമില്ല ഉമ്മുമ്മ, ഞാൻ കാരണം അവരുടെ ഇടയിൽ ഒരു പ്രശ്നം വേണം. എന്താ മോളെ, എന്തു പറ്റി? നീ എന്നെ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? പറ മോളെ. ഇല്ല ഉപ്പ, പഠനത്തെറ്റി പറയായിരുന്നു. ഞാനെന്ന് പേടിച്ചു. വാവ്, അടിപൊളി. താങ്ക് യു ഉപ്പ. മോൾ എണീറ്റിരുന്നോ? അതെ ഉപ്പ, തഹജുദിന് എണീറ്റു. ദിവസം ഉമ്മാക്കൊരു യാസീൻ ഓതി തുടങ്ങിയില്ലെങ്കിൽ ഒരു റാഹത്തുണ്ടാവില്ല. എന്നാ മോള് ഖുർആൻ ഓദിക്കൂ. ദിയ, നീ എവിടേക്കാ മോളെ പോകുന്നത്? ക്ലാസ്സിൽ പോകാനുള്ളതല്ലേ? റെഡി ആയിട്ട് വാ, ഞാൻ ചായ എടുത്തു വെക്കാം. ഹലോ, വാട്ട്?